സ്വാഗതം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. കഴിഞ്ഞ മണിക്കൂറുകളിൽ രാജ്യത്തിൻ്റെ മുഴുവൻ വാർത്താ കേന്ദ്രം എന്ന് പറയുന്നത് ബംഗാൾ കൊൽക്കത്തയാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായൊരു ബലാത്സംഗ കൊലപാതകം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നടന്നത്. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ രാജ്യം ശ്രദ്ധിക്കുന്നത്. വലിയ പ്രക്ഷോഭ പരിപാടികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെമ്പാടും ഉണ്ടാകുന്നു. ഡോക്ടർമാരടക്കം അവരുടെ ജോലി മുടക്കിക്കൊണ്ട് OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ ഏർപ്പെടുന്നു. അന്വേഷണം തൃപ്തികരമല്ല എന്ന പലവിധ ആരോപണങ്ങൾ ഉയരുന്നു. ബംഗാളിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി കൂടി മാറുകയാണ്. ദാവൂദ് സാർ, അങ്ങേയറ്റം ഹീനമായൊരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഓരോ കേസുകൾ വരും, അതിലൊരു മെഴുകുതിരി പ്രതിഷേധമുണ്ടാകും, നടപടി എടുക്കുമെന്ന് പറയും, നിയമങ്ങൾ കർശനമാക്കുമെന്ന് പറയും. പക്ഷേ വീണ്ടും വീണ്ടും ഇത്തരം കേസുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ല, ഇത് ഈ കൊൽക്കത്തയിലുണ്ടായിട്ടുള്ള കൊലപാതകം, പിന്നെ ഹൗസ് സർജൻ 31-കാരിയായിട്ടുള്ള ആ ഹൗസ് സർജൻ്റെ കൊലപാതകം അങ്ങേയറ്റം ഹീനമാണ്, ഭീഭത്സമാണ്, പൈശാചികമാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് വെച്ചാൽ, അവിടെ ഇത്രയും പ്രസിദ്ധമായ ഈ ഒരു കോളേജ്, ആ കോളേജ് എന്ന് പറഞ്ഞാൽ 140 വർഷത്തോളം പഴക്കമുള്ള കോളേജാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങനെ ഉണ്ടാക്കിയ എന്താണ് ആർജിക്കാർ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നോക്കൂ, MBBS കഴിയുന്നു, PG കഴിയുന്നു, പിന്നെ അവിടെ ഹൗസ് സർജനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, അവരുടെ ജീവിതം, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കുടുംബം, ഇങ്ങനെയൊക്കെയുള്ള കുറേ വൈകാരികമായ ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് സമാനമായ കൊലപാതകം നമ്മുടെ രാജ്യത്ത് വേറെ ഉണ്ടായിട്ടുണ്ട്. അതേക്കാൾ ഭീകരമായിട്ടുള്ളത്, ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആ ഇരയെ പൂർണ്ണമായി കത്തിച്ച് കളഞ്ഞതാണ് ഹത്രാസിലെ അനുഭവം. നമുക്കറിയാം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗതികേടാണ്. ഇത്തരം ക്രൂരതകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലെന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ അല്ലെങ്കിൽ പ്രതികളെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രതിയെ പിടിക്കുന്നതിൽ അല്പം വൈകലുണ്ടായിട്ടുണ്ട്. എന്തോ സഞ്ജയ് റോയ് എന്തോ പറഞ്ഞിട്ട് ഒരാളെയാണ് പിടിക്കുന്നത്. അപ്പോൾ ഈ കക്ഷി, അവിടെയാണ് ഇതിലൊരു പ്രശ്നം വരുന്നത്. ഈ കക്ഷി അവിടുത്തെ കൊൽക്കത്ത പോലീസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഒരു വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവിടുത്തെ ആ ഹോസ്പിറ്റലിനടുത്ത് തന്നെ എന്തൊക്കെയോ ചില ഡ്യൂട്ടീസ് പുള്ളിക്കുണ്ട്. അപ്പോൾ ആ കക്ഷിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ഒരു ബാക്ക് ഹിസ്റ്ററി അത്ര നല്ലതല്ല. 4ഓളം വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസ് അങ്ങേരുടെ പേരിൽ നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളെ, രണ്ട് പ്രശ്നമാണ്. ഇങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ പോലീസുമായിട്ട് കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടും പോലീസ് ഓഫീസേഴ്സുമായിട്ട് അവന് ബന്ധമുള്ള ഒരാളായതുകൊണ്ട് അയാളെ അറസ്റ്റ് വൈകുന്നതിൽ പോലീസിൻ്റെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അതേപോലെ ഇയാൾ മാത്രമാണോ പ്രതി എന്ന പ്രശ്നമാണ്. ഈ കുട്ടി, ഈ ഹൗസ് സർജനായിട്ടുള്ള ആൾ അവിടുത്തെ ഒരു സെമിനാർ ഹാളിലാണ് ഹാഫ് നെയ്ക്കഡായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പിന്നെയാണ് പരിശോധിക്കുമ്പോൾ അവരുടെ മുഖത്ത്, കണ്ണിൽ, ചുണ്ടിൽ മുറിവ്, ജനനേന്ദ്രിയത്തിൽ മുറിവുകളുണ്ട്, പുരുഷ ശുക്ലത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഇത് ഒരു ഭീകരമായ കൊലപാതകമാണ്. അതേപോലെ അവർക്ക് ഏറ്റിട്ടുള്ള ക്ഷതങ്ങൾ നോക്കുമ്പോൾ ഇത് ഒരാൾ മാത്രമല്ല, ഒന്നിലധികം പേർ, ഒരു ഗ്യാങ് റേപ്പാണോ എന്ന് സംശയിക്കാവുന്ന. പിന്നെ ആളുകളെ രോഷാകുലരാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, അവിടെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ ഇത് പിന്നെ സൂയിസൈഡാണെന്നുള്ള നിലക്കൊക്കെ സംസാരിക്കുകയും ചെയ്തു. അത് ആളുകൾ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടിയപ്പം ആ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ രാജിവെച്ച പ്രിൻസിപ്പൽ തൊട്ടുടനെ മറ്റൊരു മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് അവരോധിക്കുന്നു. അതും ആളുകളെ രോഷാകുലരാക്കിയിട്ടുണ്ട്. ഇനി ആ കേസ് CBIക്ക് വിട്ടിരിക്കുകയാണ്. CBI നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ്. അവരെ കേസ് അന്വേഷിക്കുകയും കുറ്റവാളിയെ അല്ലെങ്കിൽ കുറ്റവാളികളെ അവരെ കണ്ടെത്തുകയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിലുണ്ടാവേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഹീനമായ ഒരു സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് കാണുകയും ചെയ്യുമ്പോൾ ആളുകൾ രോഷാകുലരാവുക, പ്രതിഷേധിക്കുക എന്നുള്ളതും സ്വാഭാവികമാണ്. ആ രോഷവും ആ പ്രതിഷേധവുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ മറ്റൊരു പ്രശ്നം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ, ആ സ്വാഭാവിക രോഷത്തിനും പ്രതിഷേധത്തിനും അപ്പുറം ഇതിനെ വേറൊരു രാഷ്ട്രീയ പദ്ധതിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. രണ്ട് പ്രശ്നമാണ് അവിടെ ഉള്ളത്. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമുക്കറിയാം നിർഭയ കേസിൻ്റെ ഒരു പശ്ചാത്തലം, അതേപോലെ UPA ഭരണകാലത്തുണ്ടായിരുന്ന അഴിമതിക്കെതിരായിട്ടുള്ള പ്രതിഷേധം, ഇതിനെയൊക്കെ 2G സ്പെക്ട്രത്തിൻ്റെ പേരിലൊക്കെ ഉണ്ടായിട്ടുള്ള അതിനെ രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇതേപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രൈം ടാർഗറ്റാണ് ബംഗാൾ പിടിക്കുക എന്നുള്ളത്. മമതാ ബാനർജിയാണ് അവരേറ്റവും പ്രധാനപ്പെട്ടൊരു തടസ്സമായിട്ട് കാണുന്നത്. ഈ സംഭവത്തെ മുൻനിർത്തി
മമതാ ബാനർജിക്കെതിരെ അവരുടെ സർക്കാരിനെതിരെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ ഗവർണർ തന്നെ ഗവർണർ അതിലിറങ്ങി കളിക്കുന്നു. കേന്ദ്രം രാജ്യമൊട്ടാകെ വലിയ സമരങ്ങൾ നടക്കുന്നു. രാജ്യമൊട്ടാകെ വലിയ സമരം അങ്ങനെ നടക്കാൻ പാടില്ല എന്നും ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് മെഡിക്കൽ ഫ്രട്ടേണിറ്റിയിൽ അങ്ങനെ പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ആ സ്വാഭാവികതയ്ക്കപ്പുറമുള്ള ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ. ഇതേ ദിവസം നമ്മൾ ശ്രദ്ധിക്കണം, ഉത്തരാഖണ്ഡിൽ അവിടുത്തെ ഒരു നേഴ്സ് കൊല്ലപ്പെടുന്നുണ്ട്, ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നുണ്ട്. ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ ബോഡി കിട്ടുന്നത് തന്നെ. അവർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ പിറകെ കൂടി മൽപ്പിടുത്തത്തിൽ ഇടുന്നു, ബലാത്സംഗം ചെയ്യുന്നു, കൊല ചെയ്യുന്നു. എന്നിട്ട് ഈ ചങ്ങായി ഇവളുടെ ഫോണുമായിട്ടാണ് കടന്നിരിക്കുന്നത്. എന്നിട്ട് പോലീസ് അയാളെ പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉത്തരാഖണ്ഡ് സർക്കാരിനെതിരെയും സമാനമായ സമരം നടക്കേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഇപ്പോൾ ഈ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഒരു സ്വാഭാവിക രോഷത്തിൻ്റെ പ്രകടനമാണോ അതല്ല വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള വളരെ എന്താ പറയുക ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണോ എന്ന് സംശയിക്കാവുന്ന ചില എലമെൻറ്റുകൾ അതിനകത്തുണ്ട്. രണ്ടാമത്തത് ഇപ്പം IMA JP നഡ്ഡയോട് കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ പറയുന്ന മെഡിക്കൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സുശക്തമായ കേന്ദ്ര നിയമം വേണമെന്നുള്ളത്. അങ്ങനെ മെഡിക്കൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട നിയമം ഇപ്പോൾ ഇല്ലയെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് അതുകൊണ്ട് മൊത്തം ഇന്ത്യയെ ബാധിക്കുന്ന നിയമമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു വൈകാരികാവസ്ഥയിൽ പെട്ടെന്നൊരു നിയമം ചുട്ടെടുക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നം എന്താ അറിയോ? ഇത്തരം വൈകാരികാവസ്ഥകളിൽ ചുട്ടെടുക്കപ്പെട്ട പല നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. UAP അമെൻമെൻറ്റ് അതിലൊന്നാണ്, NI ആക്ട് അതിലൊന്നാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഒരു വൈകാരിക പശ്ചാത്തലത്തിൽ ആ വൈകാരികതയെ മുൻനിർത്തി ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വെറ്റിംഗ്, ഒരു മനുഷ്യാവകാശത്തിൻ്റെയും പൗരാവകാശത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പെർസ്പെക്റ്റീവിൽ അതിനെ ഒന്ന് പരിശോധിക്കാൻ സാധിക്കില്ല. ആ വ്യവസ്ഥ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നീ കൽക്കത്തയിലെ ബലാത്സംഗയ്ക്ക് വേണ്ടി നിൽക്കുകയാണോ, അല്ലെങ്കിൽ ബോംബെയിലെ തീവ്രവാദിക്ക് വേണ്ടി നിൽക്കുകയാണ് ഈ NI ആക്ട് UAP ഭേദഗതിയുള്ള സമയത്തുള്ള പ്രശ്നം. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ തീവ്രവാദത്തിൻ്റെ കൂടെ നിൽക്കുകയാണോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഈ നിയമത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നീ ഈ പറയുന്ന ബലാത്സംഗം ചെയ്ത് കൊന്ന ആൾക്ക് വേണ്ടി നിൽക്കുകയാണെന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ വൈകാരികാവസ്ഥയിൽ വൈകാരികതയെ മുൻനിർത്തി നിയമം ഉണ്ടാക്കാനോ നിയമ ഭേദഗതി നടത്താനോ ആരും മുതിരരുത്. അത് പിന്നീട് നമുക്ക് പ്രയാസങ്ങളുണ്ടാക്കും. മെഡിക്കൽ പ്രൊട്ടക്ഷനുമായി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ വന്ദനയുടെ കൊലപാതകത്തിന് ശേഷം സുശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിയമത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ട്. കാരണം മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. മെഡിക്കൽ നെഗ്ലിജൻസിനെ ചോദ്യം ചെയ്യുന്നത് പോലും ക്രിമിനൽ ഒഫൻസായി മാറാനുള്ള സാധ്യത ഈ നിയമം മുൻനിർത്തി ഭയപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. രണ്ട് സംഗതികളാണ് ഇതിനകത്തുള്ളത്. ഇതിനൊരു രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റി നേരത്തെ UPA സെക്കൻഡ് ടേമിൽ എങ്ങനെയാണോ അഴിമതി വിരുദ്ധത, നിർഭയ സംഭവം ഇതൊക്കെ BJP ഒരു രാഷ്ട്രീയ പദ്ധതിയാക്കിയത് അതേപോലെ ആക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നത് മറ്റേത് നിയമവുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടിനെയും മുൻനിർത്തി മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റൂ. സജിംസ്, ഇന്ന് ഇപ്പോൾ PG ഡോക്ടർമാരുടെ സമരം ഉണ്ടായിരുന്നു. നമ്മൾ അവരുടെ കോട്ടയത്തുനിന്നും ഒപ്പം കോഴിക്കോട് നിന്നൊക്കെ ഡോക്ടർമാരുടെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു. വളരെ വൈകാരികമായിട്ടാണ് അതിൽ പല വനിതാ ഡോക്ടർമാരും സംസാരിച്ചത്. എന്ത് സുരക്ഷയാണ് ഞങ്ങളുടെ തൊഴിലിടത്തിലുള്ളത്, എന്ത് വിശ്വസിച്ച് ഞങ്ങൾ ഈ ഞങ്ങളുടെ തൊഴിൽ പരിസരത്തേക്ക് ഞങ്ങൾ വരുമെന്നുള്ളൊരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പ്രൊട്ടസ്റ്റ്, ഈ പ്രതിഷേധങ്ങൾ രണ്ട് രീതിയിലാണ്. നമ്മൾ കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം കണ്ട പ്രൊട്ടസ്റ്റ് രാത്രി സ്ത്രീകൾ ഉണർന്നിരുന്ന ഒരു മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധം. ആ പ്രതിഷേധം യഥാർത്ഥത്തിൽ ആ ഡോക്ടർക്കെതിരെ ഉണ്ടായിട്ടുള്ള ക്രൂരമായ ആക്രമണത്തിലുള്ള പ്രതിഷേധമാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത്. IMAയുടെ പ്രശ്നം അതല്ല, അവരുടെ തൊഴിലിടത്തിൽ ഡോക്ടർമാർക്കുള്ള സുരക്ഷയെക്കുറിച്ചാണ്. രണ്ട് കാര്യമാണ്. രണ്ട് കാര്യമെന്ന് പറയാൻ കാരണം ഈ യുവ ഡോക്ടർ ആക്രമിക്കപ്പെടുന്നത് ഒരാളാലല്ല എന്ന് അവിടെ അവരുടെ സഹപ്രവർത്തകരും അവിടുത്തെ വിദ്യാർത്ഥികളും ഉൾപ്പെടെ പലരും പറയുന്നുണ്ട്. അവരുടെ ടെസ്റ്റിമോണി ഉണ്ട്. ഒരാളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഇവരുടെ ബോഡി കണ്ടെത്തിയ അവരെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഈ സെമിനാർ ഹാളിൻ്റെ ആ നിലയിൽ ആകെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ. ആ CCTV ക്യാമറയിലാണ് ഒരാൾ പോകുന്നത് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ 4 പേരുണ്ടായിരുന്നു. അതിലൊരാൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫാണെന്നും പറയപ്പെടുന്നു. 4 പേരിലൊരാൾ. പിന്നെ നമ്മൾ ഈ ഡോക്ടർമാരുടെ സുരക്ഷയെ പറ്റി പറയുന്ന എന്താ കാര്യമുള്ളൂ? ഈ പ്രതികളിൽ ഒരാൾ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫാണ് എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ 4 പേരും അവിടെ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഗ്യാങ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഈവൻ വിമൻ ട്രാഫിക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. ഈ വിക്ടിം അതിനെ ചോദ്യം ചെയ്തതിലുള്ള പകയാണ് ഇതിന് പിന്നിൽ, ഈ ആക്രമണത്തിന് പിന്നിൽ നിന്നാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു വേറെ വിഷയമാണ്. അത് തൊഴിലിടത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമല്ല.
അതിൻ്റെ കാരണം വെച്ചാൽ അത് കുറേ കൂടി ഈ ബംഗാൾ സർക്കാർ കുറേ കൂടി സീരിയസ് ആയിട്ട് കണ്ട പ്രശ്നമാണ്. അതിൻ്റെ കാരണം 2021, 22, 23 ഈ പോയ വർഷങ്ങളിലെല്ലാം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിലുള്ള ഒന്നാണ് കൊൽക്കത്ത. 2023 ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. കൊൽക്കത്തയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം സ്ത്രീകൾ എത്രമാത്രം അവിടെ ഫ്രീ ആയി ലിബറലായി ജീവിക്കുന്നു എന്നുള്ളത്. ഏത് പാതിരാത്രിക്കും ഏത് തെരുവിൽ നമുക്ക് സ്ത്രീകളെ കാണാൻ കഴിയും. ബോംബേക്കാൾ ഒരുപക്ഷെ ബോംബേക്കാൾ ആ അർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന ഡൽഹി പോലെയല്ല എന്നാണ് പറയുന്നത്. ഡൽഹി പോലെയല്ല, കൊൽക്കത്ത കുറേ കൂടി സ്ത്രീകൾക്ക് സുരക്ഷിതമുള്ള സ്ഥലമാണ്. അത്തരമൊരു നഗരത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം, ഈ നിർഭയ മോഡലിലൊരു ആക്രമണം ഉണ്ടായതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധം ന്യായമാണ്. സ്ത്രീകൾ ഉൾപ്പെടെ പാതിരാത്രി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ആ പ്രതിഷേധക്കാർക്ക് നേരെയും അവിടെ ഉണ്ടായിരുന്ന സമരപ്പന്തലും അടിച്ചു തകർത്തുകൊണ്ട് ഒരു വിഭാഗം ഗുണ്ടകൾ ആക്രമണം നടത്തിയത് നമുക്ക് കണ്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ത്രീ ഈ ഭീകരമായി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു, അവർ കൊല്ലപ്പെടുന്നു. അതിനെതിരെ അവിടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൗരസമൂഹം പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധക്കാർക്ക് നേരെയാണ് ഈ ഗുണ്ടകൾ ആക്രമണം നടത്തിയത്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? അതിന് പിന്നിൽ ആരായിരിക്കും? അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകളാണെന്ന് BJP ആരോപിക്കുന്നു. അതല്ല, അത് BJPക്കാർ തന്നെ ചെയ്തതാണ് അത് ചെയ്തത് എന്ന് മമതാ ബാനർജി ആരോപിക്കുന്നു. ആരായാലും അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ് പ്രസക്തം. അവരുടെ ലക്ഷ്യം ഒന്ന് ഈ പ്രതിഷേധം കൂടുതൽ ആളിക്കത്തിപ്പിക്കുക എന്നാണ്. അല്ലാതെ ആ ആക്രമണം കൊണ്ട് എന്താണ് ഗുണമുണ്ടാവുക? ഇപ്പോൾ സമരം ചെയ്യുന്ന ഈ വളരെ ക്രൂരമായ ഈ സംഭവത്തിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെ തല്ലിച്ചതച്ചുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അതിന് ഗുണഭോക്താക്കൾ ആരായിരിക്കും എന്നാലോചിച്ചാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ ആക്രമണം നടന്നപ്പോൾ BJP പറഞ്ഞത് എന്താണ്? BJP ആരോപിക്കുന്ന അവിടെ ആ തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്നാണ്. തെളിവ് നശിപ്പിക്കപ്പെടാന്ന് വെച്ചാൽ CBI അതിൻ്റെ തൊട്ട് തലേന്ന് തന്നെ അവിടെ എത്തി അന്വേഷണം. അവർ ഫസ്റ്റ് ആ സംഭവസ്ഥലം പരിശോധിക്കുകയും അതിനു മുമ്പ് തന്നെ തെളിവ് ശേഖരിക്കപ്പെട്ടിരുന്നു. പോലീസ് അന്വേഷണം, ബംഗാൾ പോലീസ് അന്വേഷണം ആരംഭിച്ച് പിന്നീട് ബംഗാൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ ഒരാളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് കണ്ടുകൊണ്ട് ചിലർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നമ്മൾ ഇന്നലെ നടന്ന സംഭവമായിട്ട് കാണരുത്, അതിൽ കുറേ വെള്ളം ഒഴുകി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്നായിരുന്നു. ആക്രമണം നടന്നപ്പോൾ തെളിവ് നശിപ്പിക്കപ്പെട്ടു. ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ചെയ്ത അറ്റാക്കാണ് എന്നാണ് BJP ആരോപിച്ചത്. അപ്പോൾ മമതാ ബാനർജി വളരെ പെട്ടെന്ന് പ്രതിരോധത്തിലായി ഈ സംഭവം ഉണ്ടായപ്പോൾ അത് തടയാൻ കഴിഞ്ഞില്ല പോലീസിന്. അവരപ്പോൾ പറഞ്ഞു, പിന്നീടാണ് അവർ പറയുന്നത് അത് അങ്ങനെയല്ല, BJP ചെയ്താണ്. ആര് ചെയ്തായാലും അതിൻ്റെ ഉദ്ദേശം രാഷ്ട്രീയ നേട്ടമാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കൊൽക്കത്ത എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സുരക്ഷിതമായൊരു നഗരമാണ്. ആ നഗരത്തിൽ ഇത്രയും ക്രൂരമായൊരു ആക്രമണം ഒരു യുവ ഡോക്ടർക്കെതിരെ ഉണ്ടാകുന്നു. അത് കൊൽക്കത്തയ്ക്ക് നാണക്കേടാണ്, ബംഗാളിന് നാണക്കേടാണ്. അവിടെ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ പോലീസ് തുടക്കത്തിൽ ആ കേസന്വേഷണത്തിൽ വീഴ്ചകൾ വരുത്തി എന്നുള്ളതും അവിടെ രാജിവെക്കേണ്ടെന്ന പ്രിൻസിപ്പാലിന് ഈ പ്രതികളിൽ ചിലരുമായി ബന്ധമുണ്ട് എന്നുള്ളതും അദ്ദേഹം അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഈ കോളേജിനകത്തുനിന്ന് ഉയർന്നതാണ് ഇതിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെ വരാനുള്ളൊരു കാരണം. പക്ഷേ ഇതിൻ്റെ ആത്യന്തിക നേട്ടം ആർക്കായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് തലമുണ്ടാക്കുകയൊന്നും വേണ്ട. ഇത് ആളിക്കത്തിക്കുന്നു. ഒരൊറ്റ ഉദാഹരണം പറയാം. 4 ദിവസമായി നാഷണൽ ചാനലുകൾ ഇത് തന്നെയാണ്, 24/7 ആണ്. നമ്മളിപ്പോൾ വയനാട് ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ 24/7. ഇപ്പോൾ ഇന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. ഏതെങ്കിലും നാഷണൽ ചാനൽ ലൈവ് കവർ ചെയ്യുന്നുണ്ടോ നിങ്ങളായാലും? ഒരാളും ചെയ്തിട്ടില്ല, ഒരാളും അതിൽ നിന്ന് വിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. മറ്റൊന്ന്, ഇതിനിപ്പോൾ എന്തുകൊണ്ട് മീഡിയ അട്രാക്ഷൻ എന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ 3-4 ദളിത് പെൺകുട്ടികൾ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ. നമ്മളൊന്നും വാർത്ത അറിഞ്ഞിട്ടില്ല, ഒരു മാധ്യമങ്ങളും വാർത്ത ചെയ്തിട്ട് പോലുമില്ല. ബീഹാറിലെ മുസഫർപൂരിൽ 14 വയസ്സുള്ള ഒരു ദളിത് പെൺകുട്ടിയാണ് റേപ്പ് ചെയ്ത് കൊന്നത്. അങ്ങനെ ഒരു വാർത്തയെ നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ 3-4 സംഭവങ്ങൾ ഈ ആഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട്, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം. ഇന്ത്യ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു രാജ്യമല്ല, ഇന്ത്യയുടെ ക്യാപിറ്റലൊട്ടുമല്ല. എന്നിരിക്കും ഇത്തരം സംഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഫാൻ ചെയ്യുന്നതിന് പിന്നിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ബംഗാൾ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു പൊളിറ്റിക്കൽ ഹോട്ട്സ്പോട്ടാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായ അനുരണനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ല എന്നുള്ള ചോദ്യം നിരന്തരം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങേയറ്റം ഹീനമായ കൊലപാതകമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയാക്കി മാറ്റുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് തെന്നിമാറി മറ്റ് വിഷയങ്ങളിലേക്ക് പോവുകയും ഒരു പക്ഷേ പ്രതികൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. CBI ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ അന്വേഷണം നടക്കട്ടെ, പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ.